സമുദ്രത്തിന് 18 കിലോമീറ്റർ വടക്ക് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പുത്തൻതോപ്പ്. സമാധാനത്തിലും ശാന്തിയിലും ജീവിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം. പുത്തൻതോപ്പിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയമാണ് ഇവർക്കെന്നും പ്രചോദനമായി നിലകൊള്ളുന്നത്. മെയ് മാസത്തിന്റെ വൈകുന്നേരങ്ങളിൽ വിശ്വാസികൾ പള്ളിമുറ്റത്തുള്ള ഗ്രോട്ടോയിൽ പ്രാർത്ഥിക്കുക പതിവാണ്. അപ്രതീക്ഷിതമായ മഴ കനത് കാരണം പ്രാർത്ഥന അന്ന് ദേവാലയത്തിനുള്ളിലായിരുന്നു. Mother of my God, the Virgin of all virgins, of David's royal line. Oh, teach me, Holy Mary, a loving song to pray when wicked man blaspheme thee, to love and bless thy name. അപ്പോഴാണ് അൾത്താരയുടെ ഇടതുവശത്തായി പരിശുദ്ധ ദേവമാതാവിന്റെ ഛായയിലുള്ള ആ ദിവ്യപ്രകാശം പ്രത്യക്ഷമായത്.
ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നിറഞ്ഞ മനസ്സുമായി നിർവൃതിയിൽ നിൽക്കുമ്പോൾ അവർണ്ണനീയമായ സുന്ദര പുഷ്പങ്ങളുടെ നറുമണം പള്ളിയിലും പരിസരത്തും നിറഞ്ഞു പരന്നു. അതിനുശേഷം പല ദിവസങ്ങളിൽ ദൈവമാതാവിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു.
പുത്തൻതോപ്പിൽ മാതാവിൻ്റെ അത്ഭുത ദർശനം ആദ്യമായി ഉണ്ടായത് 1999 മെയ് മാസം 10-ാം തീയതി വൈകുന്നേരം 5:30 ശേഷമാണ്. മെയ് മാസം മാതാവിൻ്റെ വണക്കമാസമായതിനാൽ പുത്തൻതോപ്പിലെ നല്ലൊരു കൂട്ടം ജനം പള്ളിയുടെ മുൻപിലുള്ള ഗ്രോട്ടോയിൽ പ്രാർത്ഥിക്കാൻ കൂടുക പതിവാണ്. എന്നാൽ മെയ് മാസം 10-ാം തീയതി അവിചാരിതമായി മഴ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നവരെല്ലാം ദേവാലയത്തിനകത്ത് കയറിയാണ് അന്ന് ജപമാല എത്തിച്ചത്. ആ സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ആ ജപമാലയ്ക്കിടയിൽ 5:30 ശേഷം വൈകുന്നേരം ആണ് മാതാവിൻ്റെ അത്ഭുത ദർശനം ഉണ്ടായതെന്ന് തിരിച്ചു വന്നപ്പോൾ ജീസസ് യൂത്തിലെ പയ്യന്മാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ആദ്യ ശ്രവണത്തിൽ അതിനോട് പ്രതികരിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ഭക്തജനങ്ങളുടെ ഭാവനയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പിറ്റേന്ന് ഞാൻ ഒരാവശ്യത്തിന് വേണ്ടി വെള്ളാമ്പലം ബിഷപ്സ് ഹൗസിൽ പോയി. ഞാൻ ബിഷപ്സ് ഹൗസിൽ നിന്ന് തിരിച്ച് ഒരു 3 മണിയോടുകൂടി പുത്തൻതോപ്പിലെത്തുമ്പോൾ പുത്തൻതോപ്പ് ദേവാലയവും പരിസരവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. മാതാവിൻ്റെ അത്ഭുത ദർശനം കാണുന്നതിന് തിരുവനന്തപുരം പട്ടണത്തിൽ നിന്നും ഈ പ്രദേശത്തിൻ്റെ പരിസരവാസികളൊക്കെ ആയി ഒത്തിരിയേറെ ജനം തടിച്ചുകൂടിയിരുന്നു. എന്നാൽ എനിക്ക് വീണ്ടും അതിനോട് പ്രതികൂലമായ പ്രതികരണം തന്നെയായിരുന്നു. പല മാധ്യമക്കാരും പ്രത്യേകിച്ച് TV ചാനലുകാരും എന്നെ സമീപിച്ചപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ സമയമായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അത് കുറേ നാള് ഞാൻ എൻ്റെ മനോഭാവം ആ രീതിയിൽ തന്നെ പോവുകയായിരുന്നു. മേരി റാണിക്കായിരുന്നല്ലോ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിയതും പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് മാംസമായി തീർന്നതുമൊക്കെ. ആ മേരി റാണി 24-ാം തീയതി നമ്മുടെ ദേവാലയം രഹസ്യമായിട്ട് സന്ദർശിച്ചു. എന്നാൽ എനിക്കത് നേരത്തെ അറിയിപ്പ് കിട്ടിയതുകൊണ്ട് അവർ പോകുന്നതിന് മുമ്പ് അവരെ കാണുന്നതിന് സാധിച്ചു. അന്ന് അവരും മാതാവിനെ കണ്ടതായിട്ടും മാനസാന്തരത്തിനുള്ള പ്രാർത്ഥനയ്ക്കായുള്ള സന്ദേശമാണ് ലഭിച്ചതായിട്ടും അവരെന്നെ അറിയിച്ചു. അന്ന് വൈകുന്നേരവും മാതാവിൻ്റെ ദർശനം വളരെ ഭംഗിയായിട്ടുണ്ടായി. പക്ഷേ എനിക്കും അന്നും കാണാൻ സാധിച്ചില്ല. വീണ്ടും മെയ് 29-ാം തീയതി രൂപതയിൽ വേദപാഠ വാർഷികം ആഘോഷിക്കുന്ന ദിവസമായിരുന്നു. ശനിയാഴ്ച ദിവസം ഇടവകയിലെ പുത്തൻതോപ്പ് ഇടവകയിലെ കുട്ടികൾക്കാണ് ധാരാളം സമ്മാനം ലഭിച്ചിരുന്നത്. അതുകൊണ്ട് സമ്മാനം വാങ്ങിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല ഇടവകയുടെ ട്രോഫിയും ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് പള്ളിയിൽ നിന്ന് ആളുകൾ വന്നു പറഞ്ഞു, അച്ഛാ ഇപ്പോൾ മാതാവിനെ നന്നായിട്ട് കാണാം. ഞാൻ ഓടി പള്ളിയിൽ കയറിയപ്പോൾ വളരെ മനോഹരമായിട്ട് മാതാവിൻ്റെ ദർശനം കാണുവാൻ സാധിച്ചു. ഒരു നല്ല പ്രകാശവലയത്തിൽ മാതാവിൻ്റെ നിഴല് അതിനേക്കാൾ പ്രകാശമായിട്ട് നിൽക്കുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. അത് എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു ദർശനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. കാരണം അന്ന് വരെ ഞാനത് കണ്ടു എന്ന് പറയുവാൻ എനിക്ക് സാധിച്ചില്ലായിരുന്നു. അന്നു മുതൽ ഞാനത് കണ്ടതാണ് എന്ന് എല്ലാവരുടെ അടുത്തും പറയുന്നതിനും എനിക്ക് സാധിച്ചു. ആ ദിവസത്തിന് ശേഷം പിന്നീട് അതുപോലെ മനോഹരമായ ദർശനം കാണാനും സാധിച്ചിട്ടില്ല ആർക്കും. ഞങ്ങൾ കരുതിയത് മെയ് മാസം കൊണ്ട് മാതാവിൻ്റെ ദർശനം അവസാനിക്കുന്നു എന്നായിരുന്നു. എന്നാൽ അനുദിനം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനെ കാണുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. മാത്രമല്ല ചില അനുഭവങ്ങളും ലഭിക്കുന്നത് ചിലരൊക്കെ അറിയിക്കാറുണ്ട്. ചിന്നത്തുറയിലൊരു ബോട്ട് മീൻപിടുത്തത്തിനായി പോയി
12 ദിവസമായിട്ടും മടങ്ങി വരാതിരുന്ന ബോട്ട് അവിടുത്തെ വികാരിയച്ഛൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രി തന്നെ ആ ബോട്ട് തിരിച്ചു വന്നതായിട്ടും അറിയാൻ സാധിച്ചു. അങ്ങനെയുള്ള പല അനുഭവങ്ങളും മാതാവിൻ്റെ ഈ അത്ഭുതകരമായ ദർശനം വഴി അതിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിച്ചു തുടങ്ങി എന്നുള്ളതും അതിനെ സ്ഥിരീകരിക്കുന്ന വസ്തുതകളാണ്. ലൂർദിലെ ഉറവയിൽ നിന്നും പുറപ്പെടുന്ന അത്ഭുത ജലം പോലെ മാതാവിന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ സ്ഥലത്തെ മണ്ണ് അനുഗ്രഹദായകമാണ്.